إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. സ്നേഹം പറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി വസിയത്ത് ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തഹ്രീമിലെ ഒരു വചനമാണ് ഞാനിവിടെ ഓതിയത്. ഫിറഔന്റെ ഭാര്യ ആസിയ ബീവി പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ നമുക്കിവിടെ ഉദാഹരണമായി എടുത്ത് പറഞ്ഞു തരുന്നത്. വലിയ പാഠങ്ങളുള്ള ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ചരിത്രം ആദ്യം നിങ്ങളെ കേൾപ്പിക്കും. ജാഹിലി കാലഘട്ടത്തിലെ ഒരു അറിയപ്പെട്ട ഒരു കവി, അവിടെ പേര് അൽ ആയിഷ ഇബ്ൻ ഖൈസ് എന്നാണ്. വലിയ കവിയായിരുന്നു അയാൾ. അയാൾ ഇസ്ലാമിലേക്ക് വരാൻ നബി തിരുമേനിയെ കാണാൻ വേണ്ടി അയാൾ ചെയ്യുന്നൊരു യാത്രയെപ്പറ്റി പറയുന്നു. അപ്പൊ അറിയപ്പെട്ട ഒരു കവിയായ സ്ഥിതിക്ക് അയാളുടെ കവിത ഇസ്ലാമിന്, ആ കഴിവ് ഇസ്ലാമിന് വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അയാൾ വരുന്നു എന്നുള്ളത് എതിരാളികൾ അറിഞ്ഞപ്പോ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് കാണാൻ തീരുമാനിച്ചു. അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് പോവുകയാണ്, മുസ്ലിം ആവാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അത് ഇവര് മുടക്കം പറയണം. ഇവര് പറഞ്ഞു, മുഹമ്മദ് കള്ള് ഹറാമാക്കിയിട്ടുണ്ട്, കള്ളുടിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് പ്രശ്നമല്ല, അതല്ലെങ്കിലും ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ്, പിന്നെ വലിയ കാര്യപ്പെട്ട ആൾക്കാർ ചേർന്ന പണിയൊന്നുമല്ല, അതുകൊണ്ട് അതെനിക്ക് വിഷയമല്ല എന്ന്. അപ്പൊ അവര് പറഞ്ഞു, അദ്ദേഹം വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്, അതൊന്നും പറ്റൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വയസ്സനാണ്, വൃദ്ധനാണ്, എനിക്കിപ്പോ സ്ത്രീകളെ ഒരാവശ്യമില്ല, അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ ഇത് രണ്ടും വിജയിച്ചില്ല. അപ്പൊ പിന്നെ അവരുടെ അടുത്ത പണി അവരെടുക്കുകയാണ്. അവര് പറഞ്ഞു, നിങ്ങൾക്ക് 100 ഒട്ടകം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മടങ്ങി പോകണം. അപ്പൊ അയാൾ പറയണം, അമ്മൽ മാറുഫാണ്, അത്ര വലിയ ധനമാണെങ്കിലോ ശരി. അങ്ങനെ അയാൾ മടങ്ങിപ്പോവാണ്. പണത്തിന്റെ മുമ്പിൽ അദ്ദേഹം കീഴടങ്ങി. പിന്നെ അയാൾ മുസ്ലിം അല്ലാതെ തന്നെയാണ് മരിച്ചു പോയിട്ടുള്ളത്. ചില റിപ്പോർട്ടിൽ അയാൾ പോകുന്ന വഴിക്ക് തന്നെ അയാളെ വാഹനപ്പുറത്ത് വീണ് മരിച്ചു എന്നൊക്കെയാണ് അയാളെ പറ്റി പറയുന്നത്. ചില പാഠങ്ങൾ ഇതിലുണ്ട്. ഇതിലൊന്ന് ആദ്യം തന്നെ പറഞ്ഞില്ല, പലരും ഇസ്ലാമിലേക്ക് വരുന്നത് തടുത്തു നിർത്തുന്നൊരു വിഷയം ഇസ്ലാമിന്റെ ചില വിഷയങ്ങൾ പറഞ്ഞിട്ടാണ്. അതിൽ പോയാൽ ഇന്ന കാര്യമൊക്കെ ചെയ്യേണ്ടി വരും, 5 നേരം നിസ്കരിക്കേണ്ടി വരും, അതുപോലെ സക്കാത്ത് കൊടുക്കേണ്ടി വരും, ഹജ്ജ് ചെയ്യേണ്ടി വരും, നമുക്ക് നമ്മുടെ ധനം അതിൻ്റെ ഒക്കെ ചില വിഹിതം നല്ല വഴിയിലൊക്കെ ചെലവഴിക്കണം എന്ന് പറയും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മളൊക്കെ ശീലിച്ചു വന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റൂല, മദ്യപിക്കാൻ പറ്റില്ല, വ്യഭിചരിക്കാൻ പറ്റൂല, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ചിലരെന്ത് ചെയ്യും, ഇസ്ലാമിനെ അതിൽ നിന്ന് ജനങ്ങളെ തടുത്തു. അതൊന്ന് വളരെ വ്യാപകമാണ്. ഇസ്ലാമിന്റെ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം
അവരെന്നെ എടുത്ത് കാണിക്കുന്ന ഇത്തരം വിഷയങ്ങളാണ്. ലോട്ടറി പറ്റില്ല, അതൊക്കെ വലിയ വരുമാന മാർഗമാണ്. അപ്പൊ ഇസ്ലാം അത് പ്രശ്നമാണ്. സ്ത്രീകളെ സൗന്ദര്യം പ്രദർശിപ്പിക്കൽ പറ്റില്ല, അപ്പൊ ഇസ്ലാം പ്രശ്നമാണ്. ഇതുപോലെ മദ്യപാനം പറ്റില്ല, അതുപോലെ ഇത്തരം വ്യഭിചാരങ്ങൾ, അതുപോലെ ലൈംഗികമായ പലതും, ഇതൊക്കെ വലിയ വരുമാന മാർഗമാണ്. ഫോൺ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സിനിമാ താരങ്ങളും മറ്റൊക്കെയുണ്ട് നമ്മുടെ കേൾക്കല്. അതന്നെ സംഗീതവും മറ്റൊക്കെ, അതൊക്കെ ഇസ്ലാമിൽ പ്രശ്നമാണ്. ഇന്ന് വേറെ അവരുടെ ലൈംഗികത കാണിച്ച് വരുമാനം ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നൊരു വിഷയമാണ് ഇപ്പൊ ഈ സെക്സിന്റെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എണ്ണിയ കുറെ വിഷയങ്ങളുണ്ടല്ലോ. മനുഷ്യന് അതിന്റെ പരിണിതി മനുഷ്യന്റെ നാശത്തിലാണെങ്കിലും ആൾക്കാർക്ക് പൈസ ഉണ്ടാകണം. അതിനൊക്കെ തടസ്സമാണ് അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തുന്നവർ, അതിനെതിരെ സംസാരിക്കുന്നവർ ഇന്ന് വളരെ വ്യാപകം. വേറെ ചിലരോ ഇനി മുസ്ലിമായി ജനിച്ചവർ തന്നെ അവർ നിങ്ങൾ മതബോധമുള്ള ആൾക്കാരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്, അവരുടെ കൂടെയാണ് പ്രവർത്തിക്കേണ്ടത്, നല്ല അന്തരീക്ഷത്തിലാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവരും അതൊക്കെ പഠിക്കാൻ നിന്നാൽ പിന്നെ നമ്മളതിനനുസരിച്ച് ജീവിക്കേണ്ടി വരും എന്നാ പറയാം. അപ്പൊ നമ്മൾ ചെയ്യണ തിന്മകളൊന്നും ചെയ്യാൻ പറ്റൂല, പിന്നെ അവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ടി, ഇങ്ങനെയൊക്കെ മാറി ജീവിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ നൈമിഷികമായ തന്നിഷ്ടങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നവര് തീർച്ചയായും നാശത്തിന്റെ വഴിയിലാണ് പോകുന്നത്. അവര് ഖേദിക്കും, മരണത്തിന്റെ നേരെ ഖേദിക്കും. അല്ലാതെ തന്നെ അവരുടെ വകതിരിവ് അവർക്ക് തിരിച്ച് അവരുടെ മനസ്സിലേക്ക് വരുന്ന നേരമൊക്കെ അവർ പറയും. പോക്കൊന്നും ശരിയില്ലാന്ന് അവരുടെ മനസ്സിലുണ്ടാവും. പരലോകത്തിൽ അവരുടെ ഖേദം തുടരാൻ തന്നെ പറയുന്നുണ്ട്. യൗമയാമുവാലിമു അലാ യദൈഹി എന്നാണ്. അക്രമി തന്റെ വിരല് കടിക്കുന്ന സന്ദർഭം, ദിവസം. അവന് പറയും, ഞാൻ റസൂൽ തിരുമേനിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നാലിന്ന കൂട്ടുകാരനെ ഞാൻ കൂടെ കൂട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നൊരു കൂട്ടുകാരല്ല, മോശപ്പെട്ട ഒരുപാട് കൂട്ടുകാരാണ് ആൾക്കാർക്കുള്ളത്. അങ്ങനെ അവൻ നാശത്തിന്റെ വഴിയിലെത്തുക. അങ്ങനെയാണ് ഇപ്പം പലരും നശിച്ചു പോകുന്നതിന്റെ ഒരു വഴിയാണ് ഇപ്പം. ഈ നമുക്ക് വേറൊരു പാഠത്തിലുള്ള വേറൊരു കാര്യം ഞാൻ ഒക്കെ ചുരുക്കിയ പറയുന്നു. ഈ സമ്പത്ത് മിക്ക ആൾക്കാരും തകർക്കും, ആദർശമൊക്കെ പിന്നെ പണയം വെക്കും. അദ്ദേഹം എന്താണ് മുസ്ലിമാൻ വേണ്ടി വരികയായിരുന്നു, അപ്പോഴാണ് പ്രശ്നം വന്നത്. പണം 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞ പിന്നെന്താ ആദർശം? ഇതൊന്ന് വളരെ വ്യാപകമാണ്. ഏത് അബ്ദുല്ലാഹിബ്നു ഹുദാഫ, അദ്ദേഹം ചരിത്രം നമ്മൾ കേട്ടല്ലേ. അദ്ദേഹം റോമിൽ ചെന്നപ്പോ അവിടുത്തെ ഭരണാധികാരി, ക്രിസ്ത്യൻ ഭരണാധികാരി അദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനിയാവണമെന്നും, എന്നാൽ എന്റെ അധികാരത്തിന്റെ പകുതി തരാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിന്റെ അധികാരത്തിന്റെ പകുതിയല്ല, അത് മുഴുവനും, പിന്നെ അറബികളുടെ അധികാരം മുഴുവൻ തന്നാലും ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്നാണ് അദ്ദേഹം. ഒരു ലോകം തന്നെ തരാന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മറുപടിയാണ്. അപ്പൊ അദ്ദേഹം തടച്ച വള്ളത്തിൽ നിർത്തിയെന്നാണ്. അപ്പൊ അദ്ദേഹം കരഞ്ഞപ്പോ എന്തൊരു മാറ്റം ഉണ്ടാവും വിചാരിച്ചു. അപ്പൊ റോമ ചക്രവർത്തി ചോദിച്ചു, ഇനി ക്രിസ്ത്യാനി ആകുമല്ലേ, മാറ്റണ്ടല്ലോ, എന്തേ കരഞ്ഞെന്ന് ചോദിച്ചു. കരഞ്ഞതോ, എനിക്കെന്റെ ശരീരം ഒരു ശരീരമല്ലുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞു. എന്റെ ശരീരത്തിൽ രോമങ്ങളുണ്ട്, അത്രയും ശരീരം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ. എന്നിട്ട് അതൊക്കെ അള്ളാന്റെ മാർഗത്തിൽ അവന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ എത്ര പ്രതിഫലം ഉണ്ടാവും. പക്ഷെ എനിക്ക് ആകെ ഒരു ശരീരമല്ലുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കരഞ്ഞതാണ്. അപ്പൊ ഇവരെയൊക്കെ ഭൗതികമായ കാര്യങ്ങൾ കാണിച്ചിട്ട് ആർക്കെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റും. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് തുടക്കത്തിൽ ഞാൻ ഓതിയ ആസിയ ബീവിന്റെ സംഭവം. ആസിയ ബീവി റളിയല്ലാഹു അൻഹ, അവരാരാ? ഫിറൗനിന്റെ ഭാര്യയാണ്. അന്നുള്ള ആൾക്കാർ മുഴുവനും ഫിറൗനിനെ ആരാധ്യനായി കാണുകയാണ്. കൊട്ടാരത്തിലെ റാണിയാണ്, രാജ്ഞിയാണ് ആര്? ഈ ആസിയ ബീവി. പക്ഷേ അവര് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള അമ്പിയാക്കളൊക്കെ ഇസ്ലാമാണ് ദൗത്യത്തിൽ. മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു. ആ നേരം അവരെ മർദ്ദിക്കാനും പീഡിപ്പിക്കാനും ഒക്കെ തുടങ്ങി. കൊട്ടം വെയിലില് മരുഭൂമിനെ കൊണ്ടുപോയി നിർത്തി മർദ്ദിച്ചു എന്നൊക്കെ ഉണ്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ആസിയ ബീവി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സത്യവിശ്വാസികൾക്ക് എന്നും പാഠമായിട്ട്.
എന്തെങ്കിലും ഭൗതികത കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോയി സത്യം ഒഴിവാക്കണ്ട. സത്യവിശ്വാസികൾക്കുള്ള ഉദാഹരണം വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരു ഉദാഹരണം പറയുന്നു. ആരാണത്? ഇമ്രാഅത്ത് ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയാണ്. ആ ഫിർഔന്റെ ഭാര്യയെ പറ്റി നെറ്റിതിരുമീനൊക്കെ പറഞ്ഞതെന്നറിയോ? സ്ത്രീകളുടെ വിഷയത്തിൽ എല്ലാ നിലക്കും പൂർണ്ണത കൈവരിച്ച 3 സ്ത്രീകൾ എന്ന് പറഞ്ഞു. ഒന്ന് ഈ ആസിയ ബീവിനെ പറ്റിയ പറഞ്ഞു, മറ്റൊന്ന് മറിയം ബീവി, വേറൊന്ന് ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ഈ മറിയം ബീവിയെ പറ്റി ഇവിടെ ആസിയ ബീവിയെ പറ്റിയ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതാണ് ഫിർഔന്റെ ഭാര്യ. അവർ റബ്ബിനോട് പറയാം, ഫിറോവിന്റെ മർദ്ദനം സഹിക്കവയ്യ. അവർക്ക് ആ സത്യത്തിൽ നിന്ന് മാറി നിന്ന് ഫിറോവിന്റെ കൂടെ നിന്നാൽ അവിടെ രാജകീയമായ എല്ലാ സൗകര്യങ്ങളുണ്ട്. അവരെ സേവകന്മാർ, അവർക്ക് സേവനം ചെയ്യാനും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടല്ലോ. പക്ഷെ സത്യം മനസ്സിലേക്ക് വന്നപ്പോ അതിനെതിരെ എന്തൊക്കെ മർദ്ദനങ്ങളും പീഡനങ്ങളും ശരീരം തന്നെ നഷ്ടപ്പെട്ടാൽ പോലും അതിൽ നിന്നൊരിക്കലും പിന്തിരികയില്ല എന്ന അവരുടെ ആ ഉറച്ച നിലപാടാണ് ഇവിടെ കാണുന്നത്. അവര് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്, ഇത് കാലത്ത് റബ്ബി ബിനിൽ ഇന്തൊക്കെ ബൈത്തുൽ ജന്ന, അള്ളാഹു നീ നിന്റെ അടുത്ത് എനിക്ക് നീ ഒരു വീട് ഉണ്ടാക്കി തരണമേ. ഈ കൊട്ടാരം ഇതൊന്നും അവർക്കൊരു വിഷയമല്ല, നിന്റെ അടുത്ത്. അപ്പൊ നജ്ജിനീമിൻ ഫിറൗൻ, ഫിറൗനിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. അപ്പൊ നജ്ജിനി മിനൽ ഖൗമിൽ അക്രമികളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ അള്ളാഹുവേ. ഇവിടെ പ്രാർത്ഥനയിൽ പണ്ഡിതന്മാര് പറയുന്ന ഒരു വിഷയമുണ്ട്. എന്താണ്? അൽ ജാറു ഖബ്ലദ്ദാർ. നമ്മളൊരു വീടെടുക്കുമ്പോൾ അതിന് മുമ്പ് അയൽവാസിയെ നോക്കണം. അങ്ങനെ തത്വമുണ്ട്, പൊതുവെ ഒരു തത്വമായി പറയാറുണ്ട്. നമ്മളൊരു വീട് വാങ്ങുക അല്ലെങ്കിൽ വീടെടുക്കുക, അപ്പൊ അവരുടെ അയൽവാസികൾ ആരാണ് എന്ന് നോക്കും. കാരണം അയൽവാസികൾ നന്നായി കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ചിലപ്പോൾ വീട് അടച്ചു പോകേണ്ടി വരും, അപ്പോഴാ നേരം നമ്മുടെ വീട് നോക്കുക അവരാണ്. അതുപോലെ നമ്മളെപ്പറ്റി ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, നമുക്ക് ഗുണം ആഗ്രഹിക്കുന്ന ഒരു അയൽവാസിയാണെങ്കിൽ അത് വല്ലാത്തൊരു ഭാഗ്യമാണല്ലോ. ഇവിടെ അവർ ആദ്യം അയൽവാസിനെ നോക്കിയെന്ന് അവർ പറയണം. കാരണം റബ്ബി ബിരിന്ദക്ക, അള്ളാഹു നിന്റെ അടുത്ത്, ആദ്യം അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു, എന്നിട്ട് വീട് എന്ന് പറയും. അപ്പൊ റബ്ബിന്റെ അടുത്ത് അതാണല്ലോ സ്വർഗം. ആ സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ജന്നാത്തുൽ ഫിർദൗസ്, അതിന്റെ മുകളിലാണ് റബ്ബിന്റെ അർശ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ റബ്ബിന്റെ അടുത്ത് പിന്നെ ഭവനം, ആദ്യം അയൽവാസി പിന്നെ ഭവനം എന്നതിന് പണ്ഡിതന്മാര് ഇവരുടെ ഈ പ്രാർത്ഥന തെളിവാക്കി പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളൊക്കെ ഇതിപ്പോ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് തന്നെ ആ ഫിറൗനിന്റെ ജാലവിദ്യക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോഴാണ്. അവരിതിന് ഉദാഹരണമാണല്ലോ. എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ മൂസയെ വിശ്വസിച്ചുവല്ലേ, എന്നാൽ നിങ്ങളെ കൈകാലുകൾ ഞാൻ വിലങ്ങനെ ചെയ്തിട്ടും പരസ്യമായി കാണുന്ന രൂപത്തിൽ ഈത്തപ്പനിന്റെ മുകളിൽ നിങ്ങളുടെ ക്രൂശിക്കുന്നു പറഞ്ഞപ്പോ നീ എന്തും ചെയ്തു എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ട, ഇത് തന്നെയാണ് ബിലാലിന്റെ ചരിത്രം, ഇത് തന്നെയാണ് അമ്മാറിന്റെ ചരിത്രം, പൂർവികരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കും. പക്ഷെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടുമ്പോഴേക്ക് എന്താണ് ആദർശം എന്ന് ആദ്യ ആദർശം തന്നെ പഠിക്കൂല. ഇസ്ലാമിന്റെ ആദർശം പഠിക്കുക, എന്നിട്ട് അതിനുവേണ്ടി നിലകൊള്ളുക. ചിലപ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും, അതിൽ ഉറച്ചു നിൽക്കുന്നവന്റെ പേരാണ് സത്യവിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും വിശദീകരിച്ചു ചെയ്യും. മറ്റൊരു പാഠം, ദുനിയാവിന്റെ വലിപ്പത്തെപ്പറ്റി ബോധ്യമില്ലാത്തവരാണ് ഈ ദുനിയാവ് കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നത്, ആകർഷപ്പെടുന്നത്. ദുനിയാവിന്റെ വലിപ്പം അത് എത്ര ഉണ്ട്, അത് വിശുദ്ധ ഖുർആനിൽ സുന്നത്ത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്ത് ഹദീദിൽ ഏലമു അന്നമൽ ഹയാത്ത് ദുനിയ എന്ന് പറഞ്ഞിട്ട് എന്താണ് ദുനിയാവ് അതിനെപ്പറ്റി പറയാം. അതിന്റെ അവസാനത്തിൽ അതൊക്കെ മസല് ആജബൽ കുഫാറ നബാത്തു, ഒരു മഴ പോലെ. ആ മഴ പെയ്തപ്പോ ചെടികളും പള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ, പല കർഷകർ അവർ നട്ടതൊക്കെ മുളച്ചൊക്കെ റെഡി ഇങ്ങനെ വരും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കളർ മാറും, പിന്നെ അത് മഞ്ഞ നിറാവും, പിന്നെ അതത് നശിക്കും. ദുനിയാവിന്റെ അവസ്ഥ അത് പെട്ടെന്നൊന്ന് ഉഷാറാ തോന്നും, പിന്നെ അത് ഉടനെ തന്നെ നശിക്കും. ഫമൽ ഹയാത്ത് ദുനിയ ഇല്ല മത്താവ് പൂർവ്വം. ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ വിഭവങ്ങളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ പല രൂപത്തിൽ ഇത് ഹദീസിലെടുത്താലും പല രൂപത്തിൽ അതിന്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അതിന്റെ വില, നമ്മൾ ഒരു വില കണക്കാക്കി
ചിലത് അളന്ന് കൊടുക്കും, ചിലത് തൂക്കി കൊടുക്കും, ചിലത് ഭൂമിയൊക്കെ ആണെങ്കിൽ അത് എത്ര സെന്റ് എന്നൊക്കെ ഇങ്ങനെ പറയല്ലോ. നിങ്ങളുടെ കച്ചവടം നടത്തല്ലേ? അതൊക്കെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ പറഞ്ഞത് അതിന്റെ അളവ് പറയണം. പരലോകവും ദുനിയാവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ദുനിയാവിന്റെ വലിപ്പം ഒരു വിശാലമായ സമുദ്രത്തിൽ ഒരാൾ തന്റെ ചൂണ്ടുവിരലിട്ടിട്ട് പുറത്തേക്ക് എടുത്താല് അതിലിപ്പോ എത്രയോ വെള്ളം ഉണ്ടാവുക? അതില് ഉള്ള പറ്റി നിൽക്കുന്ന വെള്ളം ഒരു തുള്ളി തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ അതിലെടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഈ വിശാലമായ സാഗരം വിരലിന് പറ്റിപ്പിടിച്ച വെള്ളവും തമ്മിൽ താരതമ്യമില്ലല്ലോ. ഇതാണ് പരലോകവും ദുനിയാവും തമ്മിലുള്ള താരതമ്യം എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഒരു വലിപ്പം പറഞ്ഞു കൊടുക്കുക. ഇതറിയാത്തവരാ പിന്നെ ഇതിന്റെ പിന്നാലെ അങ്ങനെ പോണത്. ഒരാളുടെ വലിയൊരു ലോകത്തെ പറ്റി ഇവർക്ക് ബോധ്യമില്ല. മറ്റൊരിക്കൽ അതിന്റെ വിലയെപ്പറ്റി, ദീനാറും ദിർഹമും പണം ഒക്കെ കൊടുത്തിട്ടല്ലേ വാങ്ങുക. അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഒരു ചത്ത ആടിനെ കണ്ടപ്പോ സഹാബികളൊക്കെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ. അതിന്റെ ചെവിക്കിന് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് ആർക്ക് വേണം? ഒരു ദിർഹമിന് ചോദിച്ചു. ഒരു പറഞ്ഞു അതിന്റെ ചെവിക്കണ കുഴപ്പമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും വേണ്ട. എന്നാ വെറുതെ വേണോ ചോദിച്ചു. വെറുതെ വേണ്ട, ഒന്നും വേണ്ട, ജീവണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട, കാരണം അതിന് കഴിവുണ്ട് നമ്മൾ. അപ്പൊ റസൂൽ തിരുമേനി ചോദിച്ചു വേറെ കാര്യത്തിനാ. എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ അള്ളാഹ്ക്ക് ദുനിയാവിനോട് ഇത്രയും വിലല്ല, ഇത്രയും വിലല്ല. അതുകൊണ്ടാണ് ഇവിടെ കാഫറുകളും മറ്റൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. അള്ളാഹിനൊക്കെ ഒരു വിലയില്ല. അള്ളാഹ് പരലോകത്തിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ചത് ഇവിടെ തൽക്കാലം ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. എന്നിട്ട് ഈ ഒരു പരീക്ഷണം ഇത്രയും വിലയില്ലാത്തൊരു കാര്യത്തിന് മനുഷ്യന്മാര് നെട്ടോട്ടം ഓടിയിട്ട് പരലോകം മറന്നുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഇതിനുള്ള വേറെ ഒരു കാര്യം, പിന്നെ അതിന്റെ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു കാര്യം കൂടി ഞാൻ പറയും. അതിന്റെ വില ഒരിക്കൽ പറഞ്ഞു. അതെന്താ? പിന്നെ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹു ദുനിയാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ കാഫറുകൾക്കൊന്നും ഇവിടെ അള്ളാഹ് ഹൈർ കൊടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മറ്റൊന്ന് ഭൂമി എന്ന നിലയ്ക്ക് നമ്മൾ അളന്നു കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരിക്കൽ പറഞ്ഞത് മൗലിയും സൗഖ്യ അഹരിക്കും ഫിൽ ജന്ന. നിങ്ങളുടെ ചാട്ടവാർ നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചാൽ അതിന് ഇത്ര സ്ഥലം വേണ്ട, കുറച്ച് സ്ഥലം, ഒന്ന് നീർന്ന് കടക്കാൻ പോലും സ്ഥലം ഉണ്ടാവും. ഒരു ചാട്ടവാർ വെക്കുന്ന സ്ഥലം അത് സ്വർഗത്തിൽ കിട്ടുകയാണെങ്കിൽ ദുനിയ മുഴുവനും കിട്ടുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ അത്ര കുറഞ്ഞ സ്ഥലത്തിന്റെ വിലയാണ് ആ പറഞ്ഞിട്ടുള്ളത്. അത് ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ, ഈ ലോകം മുഴുവൻ ഒരാൾക്കും കിട്ടൂല. ഇത് ചെറിയൊരു കാര്യം കിട്ടാനാണ് ഈ പരലോകം കളയുന്നത്. എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ സ്ഥാനമുള്ള ആൾക്കാർ ഈ ലോകത്തിന്റെ 10 ഇരട്ടി ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സ്വർഗവും ഈ ലോകവും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ അതിന് ചാട്ടവാറ് വെക്കാനുള്ള ആ സ്ഥലം അത് കിട്ടിയാൽ തന്നെ ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നല്ലതാണ്. എന്തെല്ലാം രൂപത്തിലാണ് വിശദീകരിച്ചത്. അപ്പൊ ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ വിഷയത്തെ പറ്റിയൊന്നും ബോധമില്ലാതെ പലരും എന്ത് ചെയ്യാണ്, ഈ തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് ഈ സത്യം അവഗണിച്ച് ഇങ്ങനെ പോകുന്ന അത്തരം ആൾക്കാർക്ക് പല രൂപത്തിൽ ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പലരും എന്ത് ചെയ്യാണ്, മാറി മോശമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് യഥാർത്ഥ വഴിയിലൂടെ കൊണ്ടുവരാനാണ് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ഇവിടെ ശ്രമിക്കുന്ന. ഖുർആൻ സുന്നത്ത് ആ സന്ദേശമാണ് മനുഷ്യർക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കിതാബും സുന്നത്തും വരച്ച ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين. صلى الله عليه وسلم.